ഗൈസ് ഈ കല്യാണം കൂടെ എനിക്ക് അത്ര വലിയ മൂടൊന്നുമില്ല കേട്ടോ. കാരണം ഉണ്ട്, ഞാൻ ഈ സാരിക്ക് വേണ്ടി ഓർഡർ ചെയ്ത കമ്മലും മാലി സമയത്ത് എത്തിയില്ല. അപ്പൊ പിന്നെ മനസ്സോടെ കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ വരി വലിച്ചിട്ടു. അതിന്റെ ഒരു മ്ലേച്ഛത എന്റെ മുഖത്ത് കാണാനും ഉണ്ട്. നമ്മൾ സാരി കിട്ടുമ്പോൾ തന്നെ അതിന്റെ ഓർണമെന്റ്സ് ഒക്കെ മൈൻഡിൽ സെറ്റ് ചെയ്യും. എന്നിട്ട് ആ മൈൻഡിൽ സെറ്റ് ചെയ്ത് നമുക്ക് മാച്ചായ സാധനം കയ്യിൽ കിട്ടിയില്ലെങ്കിലോ ഒടുക്കത്തെ ഫ്രസ്ട്രേഷൻ ആയിരിക്കും. എന്തായാലും ഈ ഓർഡർ ചെയ്ത ഓർണമെന്റ്സ് ഒക്കെ വീട്ടിലെത്തില്ലോ. അപ്പൊ ഞാൻ ഒന്നുകൂടി ഈ സാരി എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചിരും. എനിവേ നമുക്ക് ഈ കല്യാണത്തെ കുറിച്ച് പറയാം. പെൺ വീട്ടുകാർ വിചാരിച്ച പോലെ അല്ലട്ടോ, അടിപൊളി ഡാൻസ് സെറ്റ് ചെയ്തിട്ടൊക്കെയാണ് പെണ്ണിനെ അനയിച്ചത്. ഞങ്ങൾ ചെക്കൻ്റെ വീട്ടുകാരാട്ടോ. ഒരു സീറ്റിലിരുന്ന് ഡാൻസ് ഇങ്ങനെ നോക്കി ആസ്വദിച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞ് ബോറടിച്ചപ്പോ തൊട്ടടുത്ത് ശ്രേയ ഇരുന്ന് സബ്വേ ഒക്കെ കളിക്കുന്നുണ്ട്. അപ്പൊ തൊട്ടടുത്ത് അമ്മയൊരു ചോദ്യമുണ്ട്, കല്യാണത്തിന് വന്നിട്ട് ഈ ഫോണിൽ കുത്തിരിക്കുകയാണോ ഡീ ചെയ്യണത്? എനിവേ അത് ഒരു ചെവി കൂടെ കേട്ടു, മറ്റേ ചെവി കൂടെ വിട്ട് നേരെ സദ്യ കഴിക്കാൻ പോയിട്ടോ. സദ്യയുടെ പാതി വെച്ചിട്ടാണ് ഓർമ്മ വന്നത്. നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല. എന്തായാലും ബോളി പായസവും നിങ്ങൾക്ക് കാണിച്ചു തരാൻ തന്ന എന്റെ മനസ്സിൽ നിങ്ങൾ കാണാതെ പോകരുത്. ഇതോടുകൂടി വ്ളോഗ് അവസാനിച്ചു എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ കാറിലെത്തി കഴിഞ്ഞാൽ കമ്മലും മാലയും വളയും ഊരി കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ ഗൈസ്, അതൊന്ന് വേറെ തന്നെയാ. അപ്പൊ ഓക്കെ, ബൈ.